നമസ്കാരം. പ്രധാന വാർത്തകൾ. 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ കല്ലടിക്കോട് പനയമ്പാടത്ത് അടിയന്തര പരിഷ്കരണം നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി. അപകടക്കെണി മനസ്സിലാക്കാൻ മന്ത്രി തന്നെ വാഹനം ഓടിച്ച് പരിശോധിച്ചു. ഹൈവേ അതോറിറ്റി നടപടിയെടുത്തില്ലെങ്കിൽ സംസ്ഥാനം തന്നെ ചെയ്യുമെന്നും മന്ത്രി. മരിച്ച കുട്ടികളുടെ വീടുകൾ മന്ത്രി സന്ദർശിച്ചു. സ്ഥലത്ത് പാത ഉപരോധിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. 16 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിന് 15 വർഷം കഠിന തടവും പിഴയും. പ്രതി പെരിന്തൽമണ്ണ വലമ്പൂർ സ്വദേശി ഫൈസലിനാണ് പെരിന്തൽമണ്ണ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. റോഡ് വികസനത്തിന് മാതൃക കാണിച്ച് പാർട്ടി ഓഫീസുകൾ പൊളിച്ചുമാറ്റി രാഷ്ട്രീയ പാർട്ടികൾ. കുമരമ്പത്തൂർ പൊതുവപ്പാടത്താണ് UDF, CPM, CPI ഓഫീസുകൾ റോഡ് വികസനത്തിനായി പൊളിച്ചത്. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി K. ജയദേവനെ തെരഞ്ഞെടുത്തു. 20-അംഗ ഏരിയ കമ്മിറ്റിയിൽ 5 പുതുമുഖങ്ങൾ. 2 വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും ഞായറാഴ്ച വൈകിട്ട്. ചെർപ്പളശ്ശേരി 26-ാം മൈലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. മണിശ്ശേരി തൃക്കങ്ങോട് സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പനയമ്പാടത്തെ അപകട സ്ഥലത്ത് അടിയന്തര പരിഷ്കരണം നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി. നിലവിലെ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റിയും റോഡിൽ ഡിവൈഡർ ഒരുക്കിയും സുരക്ഷ കൂട്ടും. റോഡ് നവീകരണം നടത്താൻ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്നും നിരസിച്ചാൽ സംസ്ഥാനം തന്നെ ചെയ്യുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ കരിമ്പയിൽ പറഞ്ഞു. പനയമ്പാടത്തെത്തിയ ഗതാഗത മന്ത്രി നാട്ടുകാരുടെ പരിഭവം കേട്ടു. റോഡിലെ അപകടക്കെണി മനസ്സിലാക്കാൻ ഔദ്യോഗിക വാഹനം സ്വന്തം നിലയ്ക്ക് ഓടിച്ചു നോക്കി. പിന്നാലെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ. ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ സൈഡിലെ പാർക്കിംഗ് ഒഴിവാക്കിയിട്ട് നടുക്കൂടെ ഒരു ഡിവൈഡർ വെച്ചു ഈ അങ്ങോട്ട് കയറി വരാനുള്ള ടെൻഡൻസി കുറയ്ക്കാം. ഈ വണ്ടി ഇറങ്ങി സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ വണ്ടി ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലത്തോട്ട് വരും, റോങ് സൈഡിലേക്ക് അവൻ കയറും. അതുകൊണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട. നാഷണൽ ഹൈവേക്കാരെ വിളിക്കുന്നുണ്ട്. അവർ പണം മുടക്കി ഇത് ചെയ്തില്ലെങ്കിൽ കേരള സർക്കാർ PWD മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിക്കും. ഹൈവേ ആയ സ്ഥിതിക്ക് പണം മുടക്കാൻ അവർ കഴിഞ്ഞാൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രശ്നം ഞാൻ ഇവിടുത്തെയും മുണ്ടൂരത്തെയും പ്രശ്നം പരിഹരിച്ചു. ഇങ്ങോട്ടാണ് നീങ്ങി വരേണ്ടത്, പക്ഷെ അങ്ങോട്ടാണ് കയറി പോകുന്നത്. അതുപോലെ ഈ ഫുട്പാത്തിന് കൈവരികൾ എല്ലാം സേഫ്റ്റി ഇല്ല. അത് പക്ഷേ ഹൈവേക്കാരോടും സംസാരിക്കട്ടെ. ഇത് 2021 ഇവിടെ ശാന്തകുമാരി MLA ഇതിനെക്കുറിച്ച് ഒരു നിവേദനം മന്ത്രി കൊടുത്തിരുന്നു. അന്നത്തെ മന്ത്രി അത് റോഡ് സേഫ്റ്റി അതോറിറ്റി ഏൽപ്പിക്കുകയും IITയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു പരിശോധന ഇവിടെ നടത്തി. 5 നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ഇതിൽ ഈ തറ ഒന്ന് ഇങ്ങനെ ചിപ്പ് ചെയ്യാന്നുള്ളത് ഒഴിച്ച് ബാക്കി നിർദ്ദേശങ്ങളൊന്നും ഹൈവേ അതോറിറ്റി ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ വർക്ക് എടുത്തിരിക്കുന്ന ഊരാലുങ്കലാണ്. അവരെയും കൂടി വിളിച്ച് ഹൈവേ അതോറിറ്റിക്കാരെയും വിളിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുകയും ഇവിടെ നമ്മൾ ഇന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ കാണുമ്പോൾ ഈ ഒരു വശത്തെ ട്രാഫിക് ഈ പാർക്കിംഗ് മറുവശത്തേക്ക് ആക്കി തരണം. കാരണം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർ നമ്മൾ തന്നെ വണ്ടി ഓടിച്ചു നോക്കൂ. ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോൾ വലത്തോട്ട് പിടിക്കും. വലത്തോട്ട് പിടിച്ചത് കൊണ്ടാണ് ഈ വണ്ടി അങ്ങോട്ട് കയറി പോകാനുള്ളത്. അതേസമയം ഇടത്ത് വെച്ച് തുടങ്ങി പോയാൽ അപ്പോൾ അതൊരു ഡിവൈഡർ എന്തെങ്കിലും വെക്കണം എന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് ആ കോൺക്രീറ്റ് ഡിവൈഡർ വെക്കണം. സ്റ്റീലൊക്കെ വെച്ച് അടിച്ച് കളയും. അതുകൊണ്ട് അത് സാമ്പത്തികത്തെക്കുറിച്ച് ഹൈവേ തയ്യാറായില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഹൈവേയുടെ ആവശ്യപ്പെടും. തയ്യാറായില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ തന്ന് അത് ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ കീഴിലുള്ളതാണ്. പണമുണ്ട്. അത് എന്താണോ ഇവരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് പ്രാദേശികമായി തന്നെ ചർച്ച ചെയ്തിട്ട് ഈ വിദഗ്ധർ നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഒരു പ്രായോഗികതയുണ്ട്. ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രായോഗികതയുണ്ട്. ആ പ്രായോഗികത അനുസരിച്ച് തീർച്ചയായിട്ടും ആവശ്യമായ. അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടുകൾ മന്ത്രി സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ധനസഹായം നൽകുന്നതിൽ തീരുമാനം ഉണ്ടാക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. സമീപത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സമരപന്തലിലും ഗണേഷ് കുമാർ സന്ദർശനം നടത്തി. അപകടം ഒഴിവാക്കാൻ റോഡിന്റെ പ്രതലം പരുക്കനാക്കുന്നത് ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ഉറപ്പ് നൽകി. മന്ത്രിയുടെ ഉറപ്പിൽ കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു. പനയമ്പാടം അപകടത്തിൽ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ദേശീയപാത ഉപരോധിച്ചു. സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി.
പനയമ്പാടത്തെ അപകടങ്ങൾക്ക് കാരണം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. യൂത്ത് ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റിയാസ് നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കല്ലടിക്കോട് സ്റ്റേഷനിലെത്തിച്ച് ജാമ്യം നൽകി വിട്ടയച്ചു. നേതാക്കളായ യൂസഫ് പാലക്കൻ, ഇർഷാദ്, മുസ്തഫ, PM അബ്ദുള്ളക്കുട്ടി, സലാം തറയിൽ, നിസാമുദ്ദീൻ പൊന്നങ്കോട് എന്നിവർ നേതൃത്വം നൽകി. പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിന് 15 വർഷം കഠിന തടവും 15,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. പെരിന്തൽമണ്ണ, വലമ്പൂർ, പൂപ്പലം, പള്ളിയാലിൽ ഫൈസലിനെ പെരിന്തൽമണ്ണ പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പെരിന്തൽമണ്ണ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സൂരജാണ് പ്രതിയെ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത്. 2022 ഒക്ടോബർ 5-നാണ് കേസിനാസ്പദമായ സംഭവം. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ S അലി രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ C അലവിയാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന KP സിന്ധു അന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്വപ്ന P പരമേശ്വരൻ ഹാജരായി. പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി 17 സാക്ഷികളെ വിസ്തരിച്ചു. 27 രേഖകൾ ഹാജരാക്കി. പ്രോസിക്യൂഷൻ ലൈസൺ വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൗജദ് പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതി പിഴ അടച്ചില്ലെങ്കിൽ 1.5 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. ശിക്ഷ അനുഭവിക്കുന്നതിനായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി K ജയദേവനെ തെരഞ്ഞെടുത്തു. പുതുതായി 5 പേരെ ഉൾപ്പെടുത്തി 20-അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. K അശോക് കുമാർ, A ശിവശങ്കരൻ, MR അജിത് മോഹൻ, AC രാമകൃഷ്ണൻ, അഫ്സൽ എന്നിവരാണ് 20-അംഗ ഏരിയ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. SFIയിലൂടെ സംഘടനാ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച K ജയദേവൻ SFI ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, DYFI ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, 8 വർഷം പൂക്കോട്ടുകാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, 23 വർഷം CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചയാളാണ്. നിലവിൽ ലക്കിടി കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ ചെയർമാനുമാണ്. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിന്റെ വളവുകൾ നിവർത്തി ഗതാഗത സൗകര്യം വിപുലീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും. പൊതുസമ്മേളനം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. CPIMന്റെ ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം, അതിൻ്റെ പ്രതിനിധി സമ്മേളനം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം പൂക്കോട്ടുകാവിൽ വെച്ച് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി സഖാവ് ഗംഗാധരേട്ടൻ്റെ നാമധേയത്തിലുള്ള നഗറിൽ നടന്നത്. സമ്മേളനം വലിയ വിജയമായിരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമായി കൂടുതൽ നവീകരിച്ച ഒരു പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. 20-അംഗ ഏരിയ കമ്മിറ്റിയെ ഐകകണ്ഠേന സമ്മേളനം തിരഞ്ഞെടുത്തു. ഇനി നാളെ 15-ാം തീയതി പൊതുസമ്മേളനം നടക്കുകയാണ്. അത് സീതാറാം യെച്ചൂരിയുടെ നാമധേയത്തിലുള്ള നഗറിലാണ്. പൂക്കോട്ടുകാവ് സ്കൂളിന് അടുത്തുള്ള ഒരു മൈതാനമാണ് സീതാറാം യെച്ചൂരി നഗർ എന്ന് പറയുന്നത്. 9 ലോക്കൽ കമ്മിറ്റികളാണ് ശ്രീകൃഷ്ണപുരം ഏരിയയിൽ CPIMനുള്ളത്. ഈ 9 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായിട്ടുള്ള വളണ്ടിയർമാർ, റെഡ് വളണ്ടിയർമാർ, അവരുടെ മാർച്ച് വൈകുന്നേരം 4 മണിക്ക് കല്ലൂരി ആലുംകുളത്ത് നിന്ന് ആരംഭിച്ച് ഈ സീതാറാം യെച്ചൂരി നഗറിൽ സമാപിക്കും. തുടർന്ന് റാലിയും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. പൂക്കോട്ടുകാവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള റാലിയാണ് നടക്കുന്നത്. റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കാൻ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. CPM വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം. 3 ദിവസങ്ങളിലായി കരുവാരക്കുണ്ടിലാണ് ഏരിയ സമ്മേളനം നടന്നത്. സമാപനത്തിന്റെ ഭാഗമായി പുന്നക്കാട് മുതൽ കിഴക്കേത്തല വരെ റെഡ് വളണ്ടിയർ മാർച്ചും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജെക്സി തോമസ്, ഡോക്ടർ P സരിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
3 ദിവസങ്ങളിലായി കരുവാരക്കുണ്ടിലാണ് CPIM വണ്ടൂർ ഏരിയ സമ്മേളനം നടന്നത്. ഡിസംബർ 1 മുതൽ തുടക്കം കുറിച്ച അനുബന്ധ പരിപാടികൾക്കുൾപ്പെടെ വെള്ളിയാഴ്ച രാത്രിയോടെ സമാപനമായി. പുന്നക്കാട് ചുങ്കം മുതൽ 220 റെഡ് വളണ്ടിയർമാർ പങ്കെടുത്ത മാർച്ച് കരുവാരക്കുണ്ടിനെ ചുവപ്പണിയിച്ചു. ബാൻഡ് വാദ്യ മേളഘോഷങ്ങളും വിവിധ കലാരൂപങ്ങളും കരിമരുന്ന് പ്രയോഗവും നിരവധി പ്രവർത്തകരും റെഡ് വളണ്ടിയർ മാർച്ചിന് അകമ്പടിയേകി. കരുവാരക്കുണ്ട് ആദ്യമായി ആതിഥ്യം വഹിച്ച ഏരിയ സമ്മേളനത്തെ പ്രവർത്തക പങ്കാളിത്തം കൊണ്ടും സംഘാടന മികവുകൊണ്ടും മികച്ചതാക്കാൻ പ്രവർത്തകർക്ക് സാധിച്ചു. കിഴക്കേതലയിൽ പ്രത്യേകം സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജെയ്ക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. 9 വർഷക്കാലത്തിനുള്ളിൽ പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ എടുത്തു പറയുന്നില്ലെങ്കിലും കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വോട്ടിനു വേണ്ടി ഏത് വർഗീയ ശക്തികളോടും സഹകരിക്കാൻ തയ്യാറുള്ള പ്രസ്ഥാനമായി UDF അധപ്പതിച്ചെന്നും ജെയ്ക്സി തോമസ് പറഞ്ഞു. CPIM-കാർ ശാഖയെ ആക്രമിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉടുത്തിരിക്കുന്ന കതർമുണ്ട് അഴിച്ചുമാറ്റി കാക്കി കളസമെടുത്തണിഞ്ഞ ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുധാകരൻ ഉള്ളത് കൊണ്ടാണോ മലപ്പുറവും കരുവാരക്കുണ്ടും കേരളവും സമാധാനമായി തുടരുന്നത്? നമ്മൾ 20-ൽ 19-ലും തോറ്റ് പോകേണ്ട വന്നവരാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? മറ്റു തെരഞ്ഞെടുപ്പിലും തോൽവിയും വിജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രത്യേകത? ഏതു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമ്പോഴും ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ പതാകയാണ് CPIM ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് എന്തുവേണ്ടി തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക ജയപരാജയങ്ങൾക്കപ്പുറം പോസ്റ്റർ ഒട്ടിക്കാൻ, സ്ലിപ്പ് കൊടുക്കാൻ, ബൂത്തിലിരിക്കാൻ, ചുവരെഴുതാൻ, പൊതുച്ചോർ ശേഖരിക്കാൻ, രക്തം ദാനം ചെയ്യാൻ എന്ന് വേണ്ട നിതാന്ത ഇടവേളകളില്ലാത്ത സമര സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അവസാനത്തെ അനുഭാവിക്കും. തോറ്റുപോകുമ്പോൾ കുനിഞ്ഞു പോകുന്ന ശിരസോട് കൂടിയിട്ടല്ല. ടാഗോറിന്റെ പ്രസിദ്ധീകരിച്ച കവിതയുണ്ട്. CPIM വണ്ടൂർ ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P. സരീൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസിനെയും BJPയെയും രൂക്ഷമായി വിമർശിച്ച സരീൻ കേരളത്തിലെ CPM-നെയും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനം നേരിന്റെ പക്ഷത്തോടൊപ്പം നിൽക്കും. യഥാർത്ഥ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോയെന്നും സരീൻ കുറ്റപ്പെടുത്തി. അപ്പോൾ അറിയാം അതിന്റെ കാരണം. ഇടതിനെ മാറ്റി നിർത്തി ഒരു കേരളമുണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ സംഘപരിവാരത്തെ ചെറുത്തു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ, ആ സംസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പ് കൂടി എന്നേക്കുമായി അവസാനിച്ച് ഇന്ത്യയുടെ മറ്റൊരു പരിച്ഛേദമായി ഈ കേരളത്തെ മാറ്റണം. വർഗീയ കലാപങ്ങൾക്ക് ഇവിടെ SDPIക്കും അതുപോലെ തന്നെ BJPക്കും ഒരുപോലെ രാഷ്ട്രീയ വിളനിലമായി ഈ കേരളത്തെ ഒരു താലത്തിൽ വെച്ച് കൊടുക്കണമെങ്കിൽ ഇവിടെ ഇടതല്ലാത്തവർ വരണം എന്നുള്ള ചില കുബുദ്ധികളുടെ തീരുമാനം. എന്തുകൊണ്ടാണ് ഇടത് തോൽപ്പിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉത്തരമല്ലാതെ മറ്റൊരു ഉത്തരവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇടതിനെ മാറ്റി നിർത്തിയാൽ മാത്രമാണ് അവനവന്റെ കാര്യങ്ങൾക്ക്, താൽക്കാലിക ലാഭങ്ങൾക്ക് അധികാരത്തിന്റെ രാഷ്ട്രീയത്തിലൂടെ UDF-നും ആ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ BJPക്കും ഈ നാട്ടിൽ ഇടതിനെ തകർത്ത് വളരാനുള്ള ഒരിടമുണ്ടാവുകയുള്ളൂ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ആലോചിച്ച് നോക്കണം.
2056 ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. കെ ജെയിംസ്, ജെ ക്ലീറ്റസ്, എ റഹീം, എ കെ സജാദ് ഹുസൈൻ, MT അഹമ്മദ്, വി അർജുൻ, അനിൽ നിരവിൽ, ഇ ലിനീഷ്, എം സജാദ്, അസീസ് ചാത്തോലി, VS പൊന്നമ്മ, മഠത്തിൽ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് അതുൽ നറുകരയും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. ചെർപ്പളശ്ശേരി 26 മൈലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ഇടിച്ച ശേഷം 200 മീറ്ററോളം കാർ ബൈക്കിനെ വലിച്ചുകൊണ്ടുപോയി. ശനിയാഴ്ച വൈകിട്ട് 5:30 ചെറുപ്പളശ്ശേരി പാലക്കാട് റോഡിൽ 26 മൈലിൽ അപകടമുണ്ടായത്. ചെറുപ്പളശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ഫോർച്യൂണർ കാർ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ കാർ ബൈക്കുമായി കൂട്ടിയിടിച്ച ശേഷം 200 മീറ്ററോളം ബൈക്കിനെ വലിച്ചുകൊണ്ടുപോയി. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ തൂത വീട്ടിക്കാട് സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. സംഭവത്തിൽ വളാഞ്ചേരി കാടാമ്പുഴ സ്വദേശിയായ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനുശ്ശേരി തൃക്കങ്ങോട് ജംഗ്ഷനിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ശനിയാഴ്ച 2 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് മുന്നിൽ പോവുകയായിരുന്ന കാറിനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ പെട്ടി ഓട്ടോറിക്ഷയിലും മറ്റൊരു കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. സ്വകാര്യ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. 2 കാറുകൾക്കും പെട്ടി ഓട്ടോറിക്ഷയ്ക്കും കാര്യമായ കേടുപാടുകൾ പറ്റി. ഇടവേണം. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, കോട്ടോപ്പാട പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് വികസനത്തിന് പാർട്ടി ഓഫീസുകൾ പൊളിച്ച് സഹകരിച്ച് ഇരുമുന്നണിയിലെയും രാഷ്ട്രീയ പാർട്ടികൾ. UDF, CPM, CPI ഓഫീസുകളാണ് റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചത്. PMJY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. ഇടുങ്ങിയ റോഡിലൂടെയുള്ള യാത്ര പ്രയാസകരമായിരുന്നു. ഈ സാഹചര്യം പരിഹരിക്കുന്നതിനാണ് VK ശ്രീകണ്ഠൻ MP റോഡിന് തുക വകയിരുത്തിയത്. റോഡ് നവീകരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് മാതൃകാപരമായ പ്രവർത്തനവുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തിയത്. റോഡിന്റെ വശങ്ങളിലായിരുന്നു UDF, CPM, CPI ഓഫീസുകൾ. റോഡ് വീതി കൂട്ടാൻ പാർട്ടി ഓഫീസുകൾ പൊളിച്ചു നൽകാൻ നേതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. 3 ഓഫീസുകളും അതാത് പാർട്ടികളുടെ പ്രവർത്തകർ ചേർന്ന് പൊളിച്ചു നീക്കി. നാടിന് മാതൃകാപരമായ പ്രവർത്തനമാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് പറഞ്ഞു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും കോട്ടപ്പാട് ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന PMGSY റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വളരെയധികം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ റോഡ് സൈഡ് നിർമ്മിച്ച വിവിധ പാർട്ടികളുടെ ഓഫീസുകൾ അവർ സ്വയം നേരിട്ട് വന്ന് പൊളിച്ച് മാറ്റുന്ന ഒരു വലിയൊരു മാതൃകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് വളരെ ഇടുങ്ങിയ രീതിയിൽ കടന്നു പോകുന്ന റോഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട പാലക്കാട് MP ബഹുമാനപ്പെട്ട VK ശ്രീകണ്ഠൻ്റെ വലിയ ഒരു നേതൃപരമായ ഇടപെടൽ മൂലം ഇവിടെ ഒരു റോഡ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് റോഡ് നിർമ്മാണം നടക്കുകയാണ്. അതിന് ഭാഗമായി ഇരു സൈഡുകളിൽ നിന്ന വിവിധ പാർട്ടി ഓഫീസുകൾ ഇവിടെ പൊളിച്ചു നീക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അത് CPIൻ്റെയും CPMൻ്റെയും ഉൾപ്പെടെയുള്ള ഇവിടെ ഓഫീസുകളുണ്ട്. അതെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ട് റോഡ് വളരെയധികം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നാടിന്റെ വികസനത്തിനൊപ്പം നിൽക്കുക എന്നതാണ് പാർട്ടി നയമെന്നും അതിന്റെ ഭാഗമായാണ് ഓഫീസ് പൊളിച്ചതെന്നും CPM നേതൃത്വം അറിയിച്ചു. റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസ് ഇവിടെ ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്നത് പൊളിച്ച് റോഡിൻ്റെ ആവശ്യത്തിനുമായി പൊളിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതി MDMAയുമായി പോലീസ് പിടിയിലായി. പുലാമന്തോൾ, ചെമ്മല, കനന്തൊടി ഉമ്മറുൽ ഫാറൂഖിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പട്ടാമ്പി ശങ്കരമംഗലത്ത് വെച്ച് സ്വിഫ്റ്റ് കാറിൽ കയറ്റിക്കൊണ്ടുപോയിയാണ് പ്രതികൾ യുവാവിനെ മർദ്ദിച്ചത്. സംഭവത്തിൽ ഉൾപ്പെട്ട 2 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒളിവിലായിരുന്ന കേസിലെ പ്രതി പുലാമന്തോൾ, ചെമ്മല, കണ്ണന്തൊടി ഉമറുൽ ഫാറൂഖിനെ പട്ടാമ്പി മത്സ്യമാർക്കറ്റിന് പിറകുവശത്തുള്ള ബൈപ്പാസ് റോഡിൽ നിന്നുമാണ്
കാർ തടഞ്ഞ് പോലീസ് പിടികൂടിയത്. പിടികൂടുന്ന സമയം മാരക മയക്കുമരുന്നായ 1.97 ഗ്രാം MDMAയും ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കേരളത്തിലെ വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലുമായി നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ശിലാസ്ഥാപന കർമ്മം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. അലനല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് KT മുഹമ്മദ് സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക. 150ഓളം രോഗികൾക്ക് ഹോം കെയർ പരിചരണം നൽകുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിലവിൽ അലനല്ലൂർ ഇസ്ലാമിക് ട്രസ്റ്റിന്റെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായൊരു കെട്ടിടമെന്ന ലക്ഷ്യമാണ് പാലക്കാട് സ്വദേശി KT മുഹമ്മദിന്റെ സന്മനസ് മൂലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അലനല്ലൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് 5 സെന്റ് സ്ഥലം KT മുഹമ്മദ് സൊസൈറ്റിക്ക് സൗജന്യമായി നൽകി. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. നാട്ടിലുള്ള ഇതുപോലെ ആളുകൾ സംഘടന രൂപീകരിച്ച് കിടപ്പ് രോഗികളെ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ശേഖരിക്കുന്നതിനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനാകും. ഒരുപക്ഷെ അത്തരം പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ SK ശശിപാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ B ആറാട്ടുതൊടി, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MK ബക്കർ, K റംലത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P മുസ്തഫ, K ഹംസ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KA സുദർശനകുമാർ, റഷീദ് ആലായൻ, K വേണുഗോപാലൻ, K രവികുമാർ, C ഹരിദാസ്, പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ഫിറോസ് കിടത്ത്, K ഹബീബുള്ള അൻസാരി, PPK അബ്ദുറഹ്മാൻ, റംഷീഖ് മാമ്പറ്റ, പാലിയേറ്റീവ് സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണത്തിലേക്ക് ചടങ്ങിൽ വിവിധ ആളുകൾ സംഭാവന നൽകി. കെട്ടിട നിർമ്മാണത്തിലേക്ക് മുഹമ്മദ് കാഞ്ഞിരത്തിന്റെ ആ മഹത്തായ മനസ്സിന് നന്ദി അറിയിപ്പിക്കുന്നു. നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ഷംസ് തങ്ങൾ. ഫണ്ട് കൈമാറുന്നത് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിട്ട് തന്നെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ റഷീദ് സ്ഥലം വിട്ടു നൽകിയ KT മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. 2000 അടി ചതുരശ്ര വലിപ്പത്തിൽ ഇരുനിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുക. കഴിഞ്ഞ 2 വർഷമായി അലനല്ലൂരിലും പരിസരങ്ങളിലും അവശത അനുഭവിക്കുന്ന മാറാരോഗികൾക്കും കുടുംബങ്ങൾക്കും ആശ്രയമാണ് അലനല്ലൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സേവനം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം തടയുന്നതിനും ലിംഗവിവേചനവും സ്ത്രീധനവും ശൈശവ വിവാഹവും ഇല്ലാതാക്കുന്നതിനും അങ്ങാടിപ്പുറത്ത് അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ്റെ ഭാഗമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 43 അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ റാലിയും വിവിധ പരിപാടികളും നടന്നു. അങ്കണവാടി ജീവനക്കാരുടെ റാലിയോടെയാണ് ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ ആരംഭിച്ചത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് K സൈദ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികളായ സുനിൽ ബാബു വാക്കാട്ടിൽ, ഷംഷാദ് ബീഗം, സലീന താണിയൻ, ഖദീജ, ICD സൂപ്പർവൈസർമാരായ സാവിത്രി, അദീന, സൈനബ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുമാന്താംകുന്ന് ക്ഷേത്രം പറമ്പിൽ റാലി സമാപിച്ചു. പെരിന്തൽമണ്ണ ICDS പ്രൊജക്ടിന് കീഴിലാണ് അങ്ങാടിപ്പുറം ഉൾപ്പെടുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ഗാർഹിക അതിക്രമം ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെന്ന് ICDS സൂപ്പർവൈസർ അദീന പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി അങ്കണവാടി ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പട്ടാമ്പിയിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണ പരിപാടികൾ നടത്തിയത്. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണ പരിപാടികൾ നടത്തിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടുകൂടി പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന അറബി ഭാഷാ ക്വിസിന്റെ സംസ്ഥാനതല മത്സരവും അറബി ഭാഷാ സെമിനാറും ദിനാചരണ പരിപാടികളുടെ ഭാഗമായി നടന്നു. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും ക്വിസ് വിജയികൾക്കുള്ള അവാർഡ് വിതരണവും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു.
ഒരു കലോത്സവങ്ങളായാലും ഒക്കെ മത്സര ബുദ്ധിയോടുകൂടിയാണ് നടക്കുന്നത്. ക്വിസ് മത്സരം എന്ന് പറഞ്ഞാൽ അത്ര മത്സരം ഉണ്ടാവില്ല. കാരണം അവനവൻ്റെ കൂടുതൽ അറിവ് നേടുകയാണ്. ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവനവൻ്റെ അറിവ് നേടുകയാണ്. ഓരോ കുട്ടികൾക്കും അവർക്ക് അറിയാത്ത ചോദ്യങ്ങളെ കൂടി അവർ അഭിമുഖീകരിക്കുമ്പോൾ അതിന് ഉത്തരം കൂടി കിട്ടുമ്പോൾ ആ അറിവ് കൂടി ലഭിക്കുകയാണ്. അതാണ് ക്വിസ് മത്സരത്തിന്റെ പ്രത്യേകതയും. മറ്റു മത്സരങ്ങളെ പോലെയുള്ള മറ്റ് കലാമത്സരങ്ങൾ നടത്തുമ്പോൾ ആ മത്സരം കഴിയുമ്പോൾ മറ്റു മത്സരങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പോയിന്റുകൾ നേടുന്നത്. ഇത് അവനവൻ്റെ സ്വന്തം കഴിവാണ്. അറിവ് നേടുന്നതോടൊപ്പം അറിവ് നൽകുന്നതിനും സാധിക്കുന്ന ഒരു മത്സരമാണ് ക്വിസ് മത്സരം. തീർച്ചയായും KMAയെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷം. ഇനിയും വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാൻ KMAയ്ക്ക് സാധിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. വിജയിച്ചവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കൂടുതൽ അറിവുകൾ നേടുക, കൂടുതൽ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക. പട്ടാമ്പി MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അബ്ദു പതിയിൽ അറബിക് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ അധ്യക്ഷനായി. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ KR നാരായണസ്വാമി, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M തമീമുദ്ദീൻ, ട്രഷറർ PP ഫിറോസ് തുടങ്ങിയവരും പങ്കെടുത്തു. ഭിന്നശേഷി നിയമനത്തിന്റെ മറവിൽ അധ്യാപക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ പെരിന്തൽമണ്ണ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി നിയമനത്തിന്റെ മറവിൽ നടക്കുന്ന അധ്യാപക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഈ വ്യവസ്ഥയെ മറയാക്കി വർഷങ്ങളായി എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും KATF പെരിന്തൽമണ്ണ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CH അബ്ദുൾ ഷമീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഹുസൈൻ പാറൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉപജില്ലാ സെക്രട്ടറി P മുഹസിൻ അഹമ്മദ്, ട്രഷറർ M നൌഫൽ നസീർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK സിയാദ്, TT മുഹമ്മദ് ഷെഫീഖ്, വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി A ഫൈസൽ ഷാൻവാസ്, മുസ്തഫ വളപുരം, മൻസൂർ മങ്കട, PP അബ്ദുള്ള ഫാറൂഖി, C അബ്ദുൽ ഹസീബ്, VK സുലൈഖ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. തുവ്വൂർ ജനകീയ അയ്യപ്പൻ വിളക്കാഘോഷം ഭക്തി നിർഭരമായി. ഇതിന്റെ ഭാഗമായി പാളയപ്പറമ്പിൽ നിന്ന് ടൗൺ മൈതാനത്തേക്ക് നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർച്ചയായ 44 വർഷമാണ് ജനകീയ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്നത്. നാട്ടുകാരുടെ സഹകരണത്തോടെ തുടർച്ചയായ 44-ാം വർഷമാണ് തുവ്വൂർ പാളയപ്പറമ്പ് ജനകീയ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കുന്നത്. പരേതനായ പേരഴിയിൽ നാരായണൻ നമ്പ്യാരുടെ ശിഷ്യന്മാരിൽ തുവ്വൂർ കറപ്പൻ വേലുക്കുട്ടിയും സംഘവുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി കുടിവെപ്പ്, ഉഷപൂജ, പറയെടുപ്പ്, ഉച്ചപൂജ, അന്നദാനം, തായമ്പക എന്നിവ നടന്നു. വൈകിട്ട് പാളയപ്പറമ്പിൽ നിന്ന് ടൗൺ മൈതാനത്തേക്ക് നടന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. ശിങ്കാരിമേളവും പാണ്ടിമേളവും വിളക്കാട്ടവും ഗജവീരൻ പരിമണം വിഷ്ണുവും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി.
കറപ്പസ്വാമി പുതൂർ, വേലുക്കുട്ടി പുതൂർ, മണി പുതൂർ, NT ദിനേശ് കുമാർ, കുഞ്ഞൻ നമ്പ്യാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ടൗൺ ജനകീയ കൂട്ടായ്മ സ്വീകരണം നൽകി. തുവ്വൂർ ടൗണിൽ സാഹോദര്യത്തിന്റെ തണ്ണീർ പന്തലൊരുക്കിയാണ് ജനകീയ കൂട്ടായ്മ സ്വീകരണമൊരുക്കിയത്. കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, കൊപ്പത്ത് ഷെരീഫ്, കടമ്പോടൻ നിസാർ, കുട്ടശ്ശേരി അസൈനാർ, ഹംസ വൈശ്യർ, മാഞ്ചേരി നാസർ കുരിക്കൽ, ബാബു കളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ആയിരക്കണക്കിന് ആളുകളാണ്, ഏകദേശം 5000 ആളുകൾക്കാണ് നമ്മൾ ഇനി വെള്ളം ഇവിടെ വിതരണം ചെയ്യുന്നത്. 4:30 ഇവിടെ ആരംഭിച്ചതാണ്. ഇനിയും നമ്മുടെ വെള്ളത്തിൻ്റെ ആളുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും തുവൂരിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ വെള്ളമാണ് ഞങ്ങളിവിടെ ഇന്ന് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, ഇവിടെ സംഘടിപ്പിച്ചത് തുവൂരിലെ ഒരു ഒറ്റ യുവാക്കളാണ്. ആ യുവാക്കളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തുവൂരിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം വിളിച്ചോതുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഇതിൻ്റെ ഒരു സംഘാടകൻ എന്ന നിലക്ക് നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുക. ന്യൂസ് ബ്യൂറോ, തുവൂർ. വാണിയംകുളം തൃക്കങ്ങോട് രണ്ടുമൂർത്തി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവത്തിന് മുന്നോടിയായുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഡിസംബർ 16 നിറമാല ഉത്സവം. രണ്ടുമൂർത്തി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവമാണ് ഡിസംബർ 16 തിങ്കളാഴ്ച ആഘോഷിക്കുന്നത്. ക്ഷേത്രം തന്ത്രിമാരായ മുണ്ടനാട്ടുമന പ്രമോദകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കുഞ്ഞുകുട്ടൻ നമ്പൂതിരിപ്പാട്, ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ നിറമാല മഹോത്സവത്തിന് മുന്നോടിയായുള്ള ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. രാത്രി നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങളും സ്റ്റേജിൽ വിതരണം ചെയ്തു. ശനിയാഴ്ച രാത്രി 7 മണിക്ക് തളിപ്പറമ്പ് കഥകളി കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കലാമണ്ഡലം രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ദക്ഷയാഗം കഥകളി അരങ്ങേറ്റം. ഞായറാഴ്ച രാത്രി 7 മണിക്ക് ഉണർത്ത് ഫോക്ക് ബാൻഡിന്റെ നേതൃത്വത്തിൽ നാടൻപാട്ട് നടക്കും. തിങ്കളാഴ്ച നിറമാല ദിവസം വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് പ്രസാദൂട്ടും കാഴ്ച ശീവേലിയും വാദ്യകലാകാരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും മേളവും അരങ്ങേറും. കാർത്തിക വിളക്കിന്റെ ദീപപ്രഭയിൽ കുളപ്പള്ളി അന്തിമഹാകാളൻകാവിൽ ക്ഷേത്രകുളത്തിന് സമീപം നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെയും വിളക്ക് മാടത്തിന്റെയും സമർപ്പണം നടന്നു. ഡിസംബർ 25 നടക്കുന്ന മണ്ഡല താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായുള്ള വിവിധ ആഘോഷ പരിപാടികൾക്കും തുടക്കമായി. ക്ഷേത്രകുളത്തിന് സമീപമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെയും വിളക്ക് മാടത്തിന്റെയും സമർപ്പണ ചടങ്ങാണ് കാർത്തിക വിളക്ക് ദിവസത്തിൽ നടന്നത്. ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് സമർപ്പണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മുഖ്യാതിഥിയായി. കാർത്തിക ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ അമ്പലവും അമ്പലത്തിൻ്റെ പരിസരവും കുളത്തിൻ്റെ പരിസരവുമൊക്കെ ഇങ്ങനെ ദീപം കൊണ്ട് അലങ്കരിച്ച് ഒരു പ്രകാശം പരത്തി സന്തോഷം പങ്കിടുന്ന കാര്യം നമ്മൾ നന്നായി നിർവഹിച്ചു വരുന്നുണ്ട്. തൃക്കാർത്തിക എന്നത് പ്രകാശത്തിൻ്റെ ഉത്സവം എന്ന നിലയിലാണ് നാട്ടിൽ കൊണ്ടാടപ്പെടുന്നത്. താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ ജയശങ്കർ, നാലകത്ത് ശ്രീധരൻ, കോട്ടയിൽ മണി, പ്രകാശ് വർമ്മ, പി ശങ്കരനാരായണൻ, മാതൃസമിതി പ്രസിഡന്റ് നിർമ്മല, നാടകത്തു ശ്രീധരൻ എന്നിവരും പങ്കെടുത്തു. തൃക്കാർത്തികയോടനുബന്ധിച്ച് 100 കണക്കിന് ദീപങ്ങളാണ് ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി തെളിയിച്ചത്. ഡിസംബർ 25 നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ആഘോഷ പരിപാടികൾക്കും തുടക്കമായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും മുൻ നിയമസഭാ സ്പീക്കറുമായ P. ശ്രീരാമകൃഷ്ണന്റെ മാതാവ് സീതാലക്ഷ്മി അന്തരിച്ചു. മന്ത്രി V. അബ്ദുറഹ്മാൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, MLA മാർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പെരിന്തൽമണ്ണ പട്ടിക്കാട് തറവാട്ട് വളപ്പിൽ ശനിയാഴ്ച വൈകിട്ട് മൃതദേഹം സംസ്കരിച്ചു. പെരിന്തൽമണ്ണയിലെ വസതിയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് സീതാലക്ഷ്മി അന്തരിച്ചത്. 85 വയസ്സായിരുന്നു. പെരിന്തൽമണ്ണ പഞ്ചമ സ്കൂളിൽ നിന്നും അധ്യാപികയായി വിരമിച്ച സീതാലക്ഷ്മി പരേതനായ പുറയത്ത് ഗോപി മാസ്റ്ററുടെ ഭാര്യയാണ്. സീതാലക്ഷ്മിയുടെ മൂത്ത മകനാണ് P. ശ്രീരാമകൃഷ്ണൻ. പ്രകാശ്, ശ്രീകല എന്നിവരാണ് മറ്റു മക്കൾ.
മന്ത്രി വി അബ്ദുറഹ്മാൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, മുൻ ധനകാര്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക്, CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, MLA-മാരായ നജീബ് കാന്തപുരം, TV ഇബ്രാഹിം, P ഉബൈദുള്ള, മുഹമ്മദ് മുസിൻ, മുൻ MP S അജയ്കുമാർ, ജെയ്ക്സി തോമസ് തുടങ്ങിയവരടക്കം നിരവധി പേർ പെരിന്തൽമണ്ണയിലെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പെരിന്തൽമണ്ണ പട്ടിക്കാടുള്ള വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ കല്ലടിക്കോട് പനയമ്പാടത്ത് അടിയന്തര പരിഷ്കരണം നിർദ്ദേശിച്ച് ഗതാഗത മന്ത്രി. അപകടക്കണി മനസ്സിലാക്കാൻ മന്ത്രി തന്നെ വാഹനം ഓടിച്ച് പരിശോധിച്ചു. ഹൈവേ അതോറിറ്റി നടപടിയെടുത്തില്ലെങ്കിൽ സംസ്ഥാനം തന്നെ ചെയ്യുമെന്നും മന്ത്രി. മരിച്ച കുട്ടികളുടെ വീടുകൾ മന്ത്രി സന്ദർശിച്ചു. സ്ഥലത്ത് പാത ഉപരോധിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. 16 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ യുവാവിന് 15 വർഷം കഠിന തടവും പിഴയും. പ്രതി പെരിന്തൽമണ്ണ വലമ്പൂർ സ്വദേശി ഫൈസലിനാണ് പെരിന്തൽമണ്ണ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. റോഡ് വികസനത്തിന് മാതൃക കാണിച്ച് പാർട്ടി ഓഫീസുകൾ പൊളിച്ചുമാറ്റി രാഷ്ട്രീയ പാർട്ടികൾ. കുമരമ്പത്തൂർ പൊതുവപ്പാടത്താണ് UDF, CPM, CPI ഓഫീസുകൾ റോഡ് വികസനത്തിനായി പൊളിച്ചത്. CPM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയായി K ജയദേവനെ തെരഞ്ഞെടുത്തു. 20-അംഗ ഏരിയ കമ്മിറ്റിയിൽ 5 പുതുമുഖങ്ങൾ. റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും ഞായറാഴ്ച വൈകിട്ട്. ചെർപ്പളശ്ശേരി 26-ാം മൈലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. മണിശ്ശേരി തൃക്കങ്ങോട് സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.